ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നിങ്ങളുടെ വേറെ ഹോബീസ് ഒക്കെ എന്താ? ഹോബി ഇത് തന്നെ വീഡിയോ എടുപ്പ് മടുത്ത് ഇല്ലേ? അല്ല നമ്മള് സാധാ സംസാരിക്കാണ്. എന്നും ചെയ്തോണ്ടിരുന്ന നമ്മൾ ഭയങ്കര സ്ട്രെസ്സാ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ആഴ്ചയിൽ 3 വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ ചെയ്യണം. അപ്പൊ നമ്മളവിടെ 8 ക്രിയേറ്റർമാരുണ്ട്. അപ്പം ഭയങ്കര ഓട്ട മത്സരം കണക്കാ അവിടെ. ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഇവന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകും. അല്ലമില്ല ഞാനൊരു ഇവിടെ വന്നിട്ട് ഒരാഴ്ച എടുക്കുന്ന വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരാഴ്ചയായി ഓരോ ദിവസം ഒരു പ്രോഗ്രാമായിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ബിസിയാണ് അല്ലേ? പുറത്ത് കാണുന്നവർ വിചാരിക്കും നമ്മള് ഭയങ്കര എൻജോയ്മെന്റ്. നമുക്കൊരു സ്ട്രെസ് ഉണ്ട്. ഇപ്പം ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ഇപ്പൊ അത് എഡിറ്റ് ചെയ്യണം, സൗണ്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു ഡബ് ചെയ്യണം, അതിനൊക്കെ തന്നെ നാളത്തെ ഒരു കണ്ടന്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു സ്ഥലത്ത് എൻജോയ് ആണെങ്കിലും ഫുള്ളായിട്ട് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിൽ ഈ ഒരു കാര്യം കിടപ്പുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഫുള്ളായിട്ട് എൻജോയ്മെന്റ് കിട്ടത്തില്ല. സത്യം എല്ലാവരും വിചാരിക്കുമ്പോ ഒരു എന്ത് രസം, ഒരു അടിച്ചു പൊളിച്ച് നടക്കുക, കണ്ടില്ലേ ഒരു 2 വീഡിയോ ഇട്ട് ഇറങ്ങി നടക്കുക, അങ്ങനെ വിചാരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ കറക്റ്റ് ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല കേട്ടോ. എടാ ഞാൻ ഞാൻ അഭിനയിച്ചല്ലേ, അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. കൊറേ നിർത്തല്ല ആകാശിന് മിണ്ടോ? ആകാശ് തുടങ്ങണം. എങ്ങനെ പിടിച്ച് 2 വാക്ക് പറ. നിഷ്കളങ്കൻ, കള്ളം, പാവാണ്. ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. പാവാണ് അത്രേ. റൂമി അതല്ല വായ്ത്തളം നല്ല പറയാ. കൺമണിയുടെ എനിക്ക് അവന്റെ പ്രത്യേക സ്നേഹം ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. അത് ഇന്നലെ കണ്ടായിരുന്നു. രാവിലെ കണ്ടായിരുന്നു. പിണങ്ങിയിരുന്നു രണ്ടുപേരും? ഇല്ല. പറയണ്ടോ? വേണ്ട മറ വെച്ചിരിക്കുന്നേ. അതൊന്നുമില്ല. ആ രാവിലെ ഉറക്കത്തി ആള് പറയും പോലെ ഇവൻ വന്നിട്ട് ഇവനെ കെട്ടിപ്പിടിച്ചോ? ഞാൻ വിചാരിച്ചു പോകുമായിരുന്നു. സ്നേഹത്തിന്റെ പുറത്താണ്, വേറൊന്നുമല്ലേ. ആകാശിന്റെ ലൈൻ കാണുവാണെങ്കിൽ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അവര് തമ്മിൽ വേണ്ടാത്ത ബോണ്ടിങ് ആണ്. ആണല്ലേ? നല്ല നമ്മളന്ന് അങ്ങനെ ഇക്കാര്യം ബന്ധമില്ല. പ്രായത്തിന് മൂത്ത ആടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ദീപ എന്നെ ഇടയ്ക്ക് എടാ പോരാ അങ്ങനെ വിളിക്കുന്നത്. ഇവന്മാർ വേറെ സീനുണ്ട്. ഇവന്മാരിപ്പം ഇവനെ ചീത്ത വിളിക്കണോ, എന്നെ ചീത്ത വിളിക്കണമെങ്കിൽ ഇവനെ ഡയറക്റ്റ് വിളിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പ്രായം മൂത്തല്ലേ. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് വിളിക്കാൻ പറ്റുന്ന മടിയാറേ എടാ പിന്നെ നിന്നോടല്ല ഞാൻ പറയുന്ന റിപ്ലൈക്ക് ഞാൻ പറയാ അത് കേട്ടാ. അപ്പൊ ഇവനെ ചീത്ത വിളിക്കും. അവർ ഇക്കായല്ലേ ഇവനെ വിളിച്ചത്. അങ്ങനെ വണ്ടി ഓടിക്കുന്നതായിരിക്കും. അങ്ങനൊന്നുമല്ല, അത് ബായിന്ന് അല്ലാതെ വന്നേ. അത് നിങ്ങളെ തല്ലൊക്കെ കൂടി പണയൊക്കെ മെനഞ്ഞാന്നേ ഇവര് രണ്ടുപേരും കൂടെ ഭയങ്കര പറഞ്ഞിട്ട് വെളിയിലിറങ്ങി പോയിട്ട് രണ്ടുകൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്ത് നടന്നത് ഞങ്ങൾ നോക്കാരുത്. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ദേഷിക്കും. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ആർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക? ഞങ്ങൾ തമ്മിൽ മാത്രമല്ല പുറത്താര് അങ്ങനെ തന്നെ. ഇനി പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്കേ ഉള്ളു. ഇവര് കടന്നടിയാവും. മിസ്ഫീൽഡ് പോലെ പന്തിടാന്ന് പറഞ്ഞപ്പോ ചീത്ത വിളിക്കുന്ന ബ്രോ വിട് ബ്രോ വിട്. നമ്മള് ക്യാപ്റ്റൻസി എന്ന് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ്, വീഡിയോ എടുക്കാൻ നിന്നാലും സ്ട്രിക്റ്റ്, അല്ലാത്തപ്പോ ഫണ്ണ. വീഡിയോ എടുക്കുമ്പോ നിങ്ങൾ തല്ലിവിടാറുണ്ടോ? ഇല്ല തല്ലിവിടത്തില്ല. നമുക്ക് വീഡിയോ സീരിയസ് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇപ്പം തമാശ കാണിക്കുകയാണെങ്കിൽ നമ്മള് ഒരു 3-4 പറയും. പെട്ടെന്ന് ഞാൻ പറയും ഇത് കണക്ക് വീഡിയോ ഇത് കണക്ക് സീരിയസ് ആയിട്ട് നിക്കണം, നമ്മൾ വീഡിയോ എടുക്കുക ആ രീതി തന്നെ നിക്കണമെന്ന്. അല്ല എല്ലായിടത്തും മൊത്തത്തിൽ പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഞാൻ പക്ഷെ മറന്നുപോയി. 3, 2, 1 ഞാൻ വേറെ സമീപിച്ചുതരാം. നിങ്ങളിൽ പാട്ട് പാടുന്ന ആളുണ്ടല്ലോ, അഭിമന്യു. പിന്നെ രാത്രി കാലങ്ങളിൽ നല്ല ശുദ്ധ സംഗീതം സ്വയംവര ചന്ദ്രിക മോഡാണോ? ആ മോഡലാണ്, പക്ഷെ അവൻ പാടുന്നത് കാവാലയൊക്കെയാണ്. കൊറിയോഗ്രാഫറാണ്. ഡാൻസോ? രണ്ടുപേരും ഡാൻസ് കളിക്കുന്നവരാ? ഇവൻ കൊറിയോഗ്രാഫി ചെയ്യും, ഇവൻ ഡാൻസ് കളിക്കും. ഞാനും
എനിക്ക് വലിയ ഇഷ്ടമില്ല. നമ്മള് മമ്മൂട്ടിയുടെ ആളാ. ഈ സെറ്റപ്പ് കൈ ഇറക്കുമ്പോ ഇവരൊക്കെ വീഡിയോ തന്നെ ഇപ്പൊ 3-4 പേര് കളിക്കാം. എന്നിട്ട് അത് ടെഫ് അല്ലാത്ത നോക്കിയാൽ ഞങ്ങൾക്ക് തരും. എനിക്ക് ഇവര് ഗ്രൂപ്പ് കിടക്കും, ഞങ്ങൾ ക്യാമി കിടക്കുന്നത് ഇത് മാത്രം ഇട്ടിട്ടു. ഇന്നലെ കളിച്ചായിരുന്നു ഡാൻസിൽ. നിങ്ങള് ഫ്ലോട്ടിന്റെ മുമ്പ് ഡാൻസ് കളിക്കുന്നത് ഫ്ലോട്ടിന് മുന്നിലേ കളിക്കും. അല്ല ലോക്കൽ ഡാൻസ് അല്ലേ, അല്ല എന്താന്ന് മനസ്സിലായാലും അതായത് ഈ അമ്പലത്തില് അമ്പലത്തില് പൂരത്തിനും വേദിക്കൊക്കെ അവിടെ കളി. അതാണ് കൂടുതൽ ഇഷ്ടം. അതാകുമ്പോ പ്രത്യേകിച്ച് ആരും നോക്കില്ല സ്റ്റെപ്പ് നമ്മള് ഇഷ്ടമുള്ള കളിക്കാൻ. ഞാനൊക്കെ പണ്ടൊക്കെ പൂരത്തിനൊക്കെ ഞാൻ തൃശ്ശൂരാണ്, അപ്പൊ നമ്മളുടെ പൂരൊക്കെ മെയിൻ ആണല്ലോ. ഞാൻ ഒരു 5-6 കൊല്ലം അടുപ്പിച്ചിട്ടുണ്ട് പൂരത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സൂപ്പർ ഞാനിടയ്ക്കുള്ള പോകാറല്ലോ. അപ്പൊ പൂരത്തിലൊക്കെ ഇങ്ങനെ ചേട്ടന്മാരെ കളിക്കണൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. ഈ ചേട്ടൻ നന്നായി കളിക്കും അങ്ങനെയൊക്കെ ഞങ്ങള് പറയും. ഗേൾസ് അങ്ങനെയൊക്കെ നോക്കി പറയും, ഇനി നല്ല പോലെ കളിച്ചോ. ഇനി എന്തിനു മുതുക്കന്മാരായിട്ട് ആര് പറഞ്ഞിട്ട് എന്താ? എന്താ ഇന്ദു മുതുക്കന്മാര് എന്ത് മറ്റുള്ളവർ കളിക്കുന്നത് ഏട്ടായി ആണോ? ഏട്ടായി കലിപ്പനാണോ? ഇനി ഞാൻ പോവില്ല ഏട്ടായി. ചുമ്മാ ഇവിടെ സിറ്റുവേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നല്ലേ? ഫണ്ണുണ്ടോ? ഓക്കെ, നമുക്ക് അഭിമന്യുവിന്റെ ഒരു പാട്ട് കേട്ടാലോ? അഭിമന്യു മാത്രം എല്ലാരും കൂടെ പാടാം. എല്ലാരും കൂടെ അറിയാലോ. അഭി നമ്മളുണ്ടല്ലോ ഉള്ളു അവര് പാടിയ മക്കളെ ലാഗാക്കാതെ പാടിക്കോ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൽ നെഞ്ചിനാടും മഞ്ചിരാതിൻ നാളം പോലിന്നാളും പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ. ഓ, ഇതിപ്പോ എല്ലാരും പാട്ടാരാണല്ലോ. ചുമ്മാ ചുണ്ടണിക്കത ഞാൻ ഒരാള് ചുണ്ടനിക്ക് ഉണ്ടായിരുന്നില്ല പാടാതെ. ഇടയ്ക്കിടയ്ക്ക് വെള്ളി വരുന്നുണ്ട്. വെള്ളി ഞങ്ങളുടെ റൂമിൽ എല്ലാവരും തൊണ്ടുപോയിരിക്കും. എല്ലാവർക്കും രാവിലെ 10 മണിയാകുമ്പോൾ ഓഫ് ചെയ്തില്ല. ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ അങ്ങനെയല്ല, ചൂടത്തൊക്കെ ഇമാരൊക്കെ ആണെങ്കിൽ AC റൂമല്ലേ എടുക്കരുത്. എന്തിനാ പൈസ കളഞ്ഞ AC റൂം? ഒരു AC ഓഫ് ചെയ്ത് ഫാൻ കൊടുത്തില്ല. രാവിലെ നമ്മളെന്തായാലും രാവിലെ ഞാൻ തന്നെ എന്റെ ഓഫ് ചെയ്യുന്നത്. ഏത് വീട്ടിലായാലും ഒരു മിനിമം 4-5 മണിയാകുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം നടക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. പക്ഷെ ഇതതില്ല, ഞങ്ങൾ ഇങ്ങനെ ഞാൻ ഈ റൂം എടുത്തിട്ട് തറയിലാണ് കിടക്കുന്നത്. റൂമെല്ലാം കട്ടിലെടുത്ത് ഒരു പുതപ്പ് വേണം, തലങ്ങണി വേണം, എല്ലാം വേണം. പക്ഷെ എനിക്ക് തണുപ്പ് വേണം. അതെങ്കിലും എനിക്ക് ഇത്രയൊക്കെ നിങ്ങക്ക് വേണ്ടി തരും. റൂം എടുത്തിട്ട് നിങ്ങളൊക്കെ ബെഡിൽ കയറ്റി എടുത്തിട്ട് ആള് താഴെ എടുക്കും. എന്നിട്ട് AC ഇട്ട് കൊടുക്കാൻ പറ്റില്ല. തന്നെ എന്ത് പാവപ്പെട്ടെന്നോ രാവിലെ കുറ്റം പറഞ്ഞ നീയാണല്ലോ. ഇപ്പൊ കുറ്റം പറഞ്ഞേ രാവിലെ ഒന്ന് കാണാം. സോർജിന് ബോറടിക്കുന്നുണ്ടോ? സോർജി പറയില്ല. സോർജി ശരിക്കും റിഗ്രറ്റിന്റെ ആളാ. സോർജി റിഗ്രറ്റിന്റെ ആളാ. എന്തെങ്കിലും ഇപ്പൊ റിഗ്രറ്റ് അടിച്ചോണ്ടിരിക്കുകയാണോ? വിഷമം വരും എനിക്ക്. ഇപ്പൊ എന്തിനാ വിഷമിച്ചേ? ചുമ്മാ വിഷമം വരും, കാര്യമൊന്നും വേണ്ട. ചുമ്മാ വിഷമിച്ചെന്ന് പാട്ടൊക്കെ എടുക്ക അറിയും. ഇല്ല, അയാൾക്ക് പ്രാന്താ. മെന്റൽ അല്ല, മെന്റൽ ഹെൽത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനല്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വിഷമിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. വരാൻ വേണ്ടി വരാൻ വേണ്ടി കുഞ്ഞു കാര്യങ്ങൾ. അതാ എല്ലാവരുടെയും ജീവിതം എനിക്കറിയാല്ലേ. പോടുപെടുത്ത് കാണാൻ അത് ആലോചിച്ചോണ്ട് ഇത്രയും നേരം ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കട്ട് വരുന്ന പൊക്കിയല്ലോ അടുത്തത് പിടിക്കാം. ഇതാണ് പ്രശ്നം. ഞാൻ ഇനി സീരിയസ് ആയിട്ട് പറഞ്ഞാലും വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇമാര് ഞാൻ ഊക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും. ഇമാര് എന്നെ ഊക്കും. ഞാൻ വണ്ടി പോയപ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. എന്നാ പിന്നെ മിണ്ടായിരുന്ന ഇയാൾ പറഞ്ഞതിന് എതിരായിട്ടാ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇപ്പൊ ഏകാന്തതയാടാ. 10 പേരോടൊക്കെ വരും. എന്റെ പൊന്നെ ചില്ല് വൈകി നടക്കും. ഇത് കണ്ട് ഞാൻ തന്നെ വിഷമിച്ചൊക്കെ ഇരിക്കും. നമ്മളെ എൻജോയ്മെന്റ് ഓവർ ആകുമ്പോഴാണ് ഈ ഏകാന്തതയും ഈ ഡിപ്രഷൻ വരുന്നത്.
എൻജോയ്മെന്റ് ഞാൻ പറഞ്ഞ എൻജോയ്മെന്റ് ഇപ്പൊ നല്ല രീതിയിൽ നമ്മൾ എൻജോയ്മെന്റ് നടക്കുന്നത് ഇപ്പൊ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നത് അങ്ങനെ പറ എനിക്ക് മാറിപ്പോയതാണ് എല്ലാം ആസ്വദിച്ച ഒരു സമയത്ത് അതില്ലാണ്ടാവുമ്പോ നമ്മള് ഏകാന്തതയിലേക്ക് പോകും. അതാണ് ഈ ഊരൊക്കെ പോയിട്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു അവസ്ഥ. ഇപ്പൊ നമ്മളിപ്പോ കൊല്ലത്ത് പോകുമ്പോ നമുക്ക് ഒരുമിച്ച് നടന്നില്ലേ? എന്നെ മിസ് ചെയ്യുന്നില്ലേ അങ്ങനെ? അത് അവർക്ക് അത് കാണത്തില്ല പക്ഷേ എനിക്ക് അത് പുറത്താണ് ഞാൻ മറന്നിരുന്ന കാര്യം ശരി, നീ ഇത് പറഞ്ഞോ. ഇപ്പം പെട്ടെന്ന് ഇപ്പം ഇനിയിപ്പം എന്താ 2 ദിവസത്തേക്ക് ഇനി വീട്ടിൽ ഒരുമാതിരിയായിരിക്കും ഇന്ന് രാത്രി പോകാനുള്ള പ്ലാനില്ല ഞങ്ങൾ ഓക്കെ. ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഒരു ഒറ്റ റൂമിൽ ഓ ആ വൈബ്